ഹായ് വെൽക്കം ടു ലിറ്റിൽ മാസ്റ്റർ. ഈ വീഡിയോയുടെ പാർട്ട് 1 ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഇതിൻ്റെ പാർട്ട് 2 ആണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഞാൻ 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കും പിന്നെ പവർ പോയിന്റ് പഠിച്ചു തുടങ്ങുന്ന കുട്ടികൾക്കും ഇത് നന്നായിട്ട് ഉപകാരപ്പെടും. എനിക്ക് കിട്ടിയ കുറച്ച് അറിവ് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ടിപ്പ് നമ്പർ 8, എഡിറ്റ് ഷേപ്പ്. അപ്പോൾ ഇതിൻ്റെ യൂസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കൊരു ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി ആ ഷേപ്പിൻ്റെ ഇങ്ങനെ കേർവ് ചെയ്യണം, ഇപ്പോൾ നമുക്ക് കുറച്ചും കൂടെ എഡിറ്റ് ചെയ്യണം, അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ നോർമലായിട്ട് കിട്ടുന്ന ഓപ്ഷൻ ഈ മാർക്കിങ്സ് മാത്രമായിരിക്കും. പക്ഷേ ഈ കൂടുതൽ നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആ ഷേപ്പ് ഞെക്കിയതിന് ശേഷം ഷേപ്പ് ഫോർമാറ്റിൽ പോകണം. അതിനുശേഷം എഡിറ്റ് ഷേപ്പ് ഞെക്കിയിട്ട് ശേഷം നമ്മൾ എഡിറ്റ് പോയിന്റ്സ് എന്നുള്ളത് ഞെക്കണം. ഇനി നമുക്ക് നമ്മുടെ ഷേപ്പ് ഇതുപോലെ കിട്ടും. ഇപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് വേണമെങ്കിൽ നമുക്ക് തിരിക്കുകയും വളയ്ക്കുകയും ഒക്കെ ചെയ്യാം. ഇത് റെക്ടാങ്കിൾസിൽ മാത്രമല്ല, എല്ലാ ഷേപ്സിലും ഇത് ചെയ്യാൻ പറ്റും. വേണമെങ്കിൽ സർക്കിളിലും ട്രയാങ്കിളിലും റെക്ടാങ്കിളിലും സ്ക്വയറിലും എല്ലാം. ടിപ്പ് നമ്പർ 9, പെർഫെക്റ്റ് ഷേപ്സ്. അപ്പോൾ ഇതിൻ്റെ യൂസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ നമുക്കൊരു സ്ക്വയറാണ് ഡ്രോ ചെയ്യേണ്ടത് വിചാരിക്കുക. പക്ഷേ സ്ക്വയറിൻ്റെ നമുക്ക് ഡ്രോ ചെയ്യാൻ പറ്റില്ല. നമുക്ക് റെക്ടാങ്കിൾ മാത്രം എടുത്തിട്ട് നമ്മൾ തന്നെ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കറക്റ്റായിട്ട് വെക്കണം. പക്ഷേ ഇങ്ങനെ ചെയ്യാതെ ഒരു പെർഫെക്റ്റ് ആയ ഒരു സ്ക്വയർ കിട്ടണമെങ്കിൽ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഷേപ്സിൻ്റെ ഇത് പോയിട്ട് നമുക്ക് റെക്ടാങ്കിൾ എടുക്കണം. അതിനുശേഷം ഷിഫ്റ്റ് എന്നുള്ള ബട്ടൺ നമ്മൾ ഞെക്കി പിടിച്ചുകൊണ്ട് വേണം നമ്മൾ ഇനി വരയ്ക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഒട്ടും അണുക്കാൻ പറ്റില്ല. കറക്റ്റ് സ്ക്വയർ മാത്രമേ ഇനി വരത്തുള്ളൂ. സർക്കിളിലും അതുപോലെ തന്നെയാണ്. നമുക്ക് സാധാരണ സർക്കിളിൻ്റെ ഓപ്ഷൻ ഇല്ല, ഓവലിന് മാത്രമേ ഓപ്ഷൻ ഉള്ളൂ. അപ്പോൾ ഓവൽ എടുത്താലും നമ്മൾ ഷിഫ്റ്റ് ഞെക്കി പിടിച്ചുകൊണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് സർക്കിൾ കിട്ടും. ടിപ്പ് നമ്പർ 10, മെർജ് ഷേപ്സ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ 3 ഷേപ്സ് ഉണ്ട് ഇവിടെ. ഇനി ഈ 3 ഷേപ്സും കൂടെ എനിക്കിനി ഒറ്റ ഒരു ഷേപ്പ് ആക്കണമെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ഷേപ്പിൻ്റെ ഇപ്പോൾ 3 ഷേപ്പിൻ്റെ കൂടെ നമുക്ക് ഏതെങ്കിലും ഒരു ഷേപ്പിൻ്റെ അടുത്തോട്ട് അല്ലെങ്കിൽ ചേർത്ത് വെക്കണം. ഇപ്പോഴും നമുക്ക് 3 വ്യത്യസ്തമായ ഷേപ്സാണ്. ഇപ്പോൾ നമുക്കിനി ഇതെല്ലാം കൂടി ഒറ്റ ഒരു ഷേപ്പ് ആക്കണം. ഇനി നമുക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏറ്റവും ആദ്യം നമ്മൾ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നമ്മളെല്ലാം സെലക്ട് ചെയ്യണം. അല്ലെങ്കിൽ ഷിഫ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഞെക്കി പിടിച്ചുകൊണ്ട് എല്ലാം ഇങ്ങനെ സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഷേപ്പ് ഫോർമാറ്റിലേക്ക് പോകണം. ഷേപ്പ് ഫോർമാറ്റിൽ പോയതിന് ശേഷം മെർജ് ഷേപ്സ് എന്നുള്ളത് ഞെക്കിയതിന് ശേഷം യൂണിയൻ എന്നുള്ള ബട്ടൺ ഞെക്കണം. ഇപ്പോൾ നമുക്കാണ് ഈ 3 ഷേപ്പും കൂടെ ഒറ്റ ഒരു ഷേപ്പായിട്ട് മാറിയിരിക്കുന്നത്. നമുക്ക് ഇങ്ങനെ ഈ ഓവലും റെക്ടാങ്കിൾ അല്ലാണ്ട് ഏത് ടൈപ്പുള്ള ഷേപ്പ് ആണെങ്കിലും ചെയ്യാം. ടിപ്പ് നമ്പർ 11, സ്റ്റോക്ക് ഇമേജസ്. നമ്മൾ നോർമലി എന്തിനെങ്കിലും ഒരു ഇമേജ് എടുക്കണമെങ്കിൽ നമ്മൾ സാധാരണ ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്തിട്ട് പിന്നെ നമ്മൾ അത് കോപ്പി ചെയ്തിട്ടാണ് ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഇങ്ങനെ ഒന്നും ചെയ്യാതെ തന്നെ പവർ പോയിന്റിൻ്റെ തന്നെ കുറച്ച് പിക്ചേഴ്സ് ഉണ്ട്. അപ്പോൾ അതെടുക്കണമെങ്കിൽ ഏറ്റവും ആദ്യം നമ്മൾ ഇൻസേർട്ട് ടാബിൽ പോയതിന് ശേഷം നമ്മൾ പിക്ചേഴ്സ് എന്നുള്ളത് ഞെക്കണം. അതിനുശേഷം സ്റ്റോക്ക് ഇമേജസ് ഞെക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഇഷ്ടപ്പെട്ട ടൈപ്പിലുള്ള ഏതിൻ്റെ വേണമെങ്കിലും പിക്ചർ നമുക്ക് എടുക്കാൻ പറ്റും. ഇപ്പോൾ എനിക്കൊരു ആപ്പിളിൻ്റെ പിക്ചറാണ് വേണമെങ്കിൽ ഇങ്ങനെ ആപ്പിളിന് ഇവിടെ സെർച്ച് ചെയ്താൽ മതി. ഇപ്പോൾ കണ്ടോ, ആപ്പിളിൽ കുറേ നല്ല HD ആയ പിക്ചേഴ്സ് കിട്ടും. നമ്മൾ സാധാരണ ഈ ഗൂഗിളിൽ നിന്ന് എടുക്കുന്ന സമയത്ത് ഇങ്ങനെ ക്വാളിറ്റി കുറഞ്ഞ പിക്ചേഴ്സ് കിട്ടാറ്. പക്ഷേ ഇതിൽ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല HD പിക്ചേഴ്സ് തന്നെ നമുക്ക് കിട്ടും. അതിനുശേഷം ഇപ്പോൾ എനിക്ക് ഒരു ഇമേജ് വേണമെങ്കിൽ അത് ഞെക്കിയതിന് ശേഷം അല്ലെങ്കിൽ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇൻസേർട്ട് ചെയ്യണം. ഇപ്പോൾ ആ ഇമേജ് ഇവിടെ ഇൻസേർട്ടഡ് ആവും. ഇതുപോലെ എത്ര ഇമേജസ് വേണമെങ്കിലും നമുക്ക് സ്റ്റോക്ക് ഇമേജസ് വഴി നമുക്ക് എടുക്കാൻ പറ്റും. ടിപ്പ് നമ്പർ 12, അലൈൻ. ഇപ്പോൾ എനിക്ക് കയ്യിൽ കുറച്ച് ഷേപ്സ് ഉണ്ട്. ഇനി ഈ എല്ലാ ഷേപ്പും കൂടെ എനിക്ക് കറക്റ്റ് ഓർഡറിൽ തന്നെ വെക്കണം. ഇപ്പോൾ ഇത് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലായി ഇത് ഓർഡറിലല്ല, എല്ലാം ഒരു ലൈനല്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം ഒരേ ഷേപ്പ് തന്നെ ആയിരിക്കും നമ്മൾ ലൈൻ ചെയ്യേണ്ടത്. അപ്പോൾ ഇപ്പോൾ എനിക്ക് ഇവിടം തൊട്ട് ഇവിടം വരെ എല്ലാം ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അപ്പോൾ നമ്മളെല്ലാം സെലക്ട് ചെയ്യണം. അല്ലെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഒന്നുകിൽ ഇങ്ങനെ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഷിഫ്റ്റ് ഞെക്കി പിടിച്ചുകൊണ്ട് ഓരോന്നോരോന്നായി സെലക്ട് ചെയ്യാം. അതിനുശേഷം നമ്മൾ എല്ലാം സെലക്ട് ചെയ്തതിന് ശേഷം അറേഞ്ചിൽ ഞെക്കണം. അതിനുശേഷം അലൈൻ ഞെക്കണം. ഇനി ഏറ്റവും ആദ്യം തന്നെ നമ്മൾ അലൈൻ ടോപ്പ് എന്നുള്ളത് ഞെക്കണം. ഇപ്പോൾ കണ്ടോ, ടോപ്പിലെല്ലാം ഇപ്പോൾ ലൈൻ ആയിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ സ്പേസസ് ഉണ്ട്. സ്പേസസ് എല്ലാം ഈക്വൽ അല്ല, ഇവിടെ കുറച്ച് കൂടുതലാണ്, ഇവിടെ കുറച്ച് കുറവാണ്. അപ്പോൾ അതുപോലെയാണ്. അപ്പം അതിനെന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അറേഞ്ചിൽ പോയിട്ട് അലൈൻ ഞെക്കിയിട്ട് നമ്മൾ ഇത്തവണ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ഹൊറിസോണ്ടലിയാണ് ഞെക്കാൻ പോകുന്നത്. ഹൊറിസോണ്ടലി വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ഈക്വൽ ആയിട്ട് അതിന് സ്പേസസ് കൊടുക്കും.
കണ്ടോ? ഇപ്പോൾ ഇവിടെ എല്ലാത്തിലും ഈക്വൽ സ്പേസസ് ആണ്, എല്ലാം ലൈൻ ആയിട്ടും ഉണ്ട്. പക്ഷെ ഇപ്പോൾ ഞാൻ ഇത് എടുത്തേക്കുന്നത് ഹൊറിസോണ്ടലിയാണ്. ഇപ്പോൾ വെർട്ടിക്കലി ആണ് നിങ്ങളിത് ഈ ഷേപ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നതെങ്കിൽ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ഹൊറിസോണ്ടലി ഞെക്കേണ്ടി വരും. ടിപ്പ് നമ്പർ 13, ഫോർമാറ്റ് ബാക്ക്ഗ്രൗണ്ട്. നമ്മൾ നോർമലി ഇപ്പോൾ ഡിഫോൾട്ടായിട്ട് നമുക്ക് എപ്പോഴും ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടാണ് കിട്ടാറ്. അപ്പോൾ നമുക്ക് ഈ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് സോളിഡ് ഫിൽ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ചിലപ്പം ബ്ലാക്ക് ആക്കേണ്ടി വരും, ചിലപ്പം ലൈറ്റ് ബ്ലൂ ആക്കേണ്ടി വരും, അങ്ങനെ ഡിഫറെൻറ്റ് കളേഴ്സ് നമുക്ക് ആക്കേണ്ടി വരും എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മളിത് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഫോർമാറ്റ് ബാക്ക്ഗ്രൗണ്ട് ഞെക്കണം. അപ്പോൾ നമുക്ക് ഏറ്റവും അധികം നോർമലായിട്ട് തന്നെ അത് സോളിഡ് ഫില്ലായിരിക്കും കിടക്കുന്നത്. സോളിഡ് ഫില്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ ഒരു സെയിം കളർ തന്നെ ആയിരിക്കും നമ്മുടെ സ്ലൈഡിൽ വരാൻ പോകുന്നത്. ഇപ്പോൾ നമുക്കിവിടെ കളറിൻ്റെ ഓപ്ഷൻ കാണാം. ഇനി നമുക്ക് ഇഷ്ടപ്പെട്ട സോളിഡ് ഫില്ല് എടുക്കാം. ഇപ്പോൾ എനിക്ക് റെഡ് കളർ ആയിരിക്കണം ഇത് മൊത്തമെങ്കിൽ ഇത് നമ്മൾ റെഡിൻ്റെ ഓപ്ഷൻ നമുക്ക് റെഡ് എടുക്കാം. ഇപ്പോൾ വേണമെങ്കിൽ അതുപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട കളർ വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ഇത് പക്ഷേ സോളിഡ് ഫില്ലാണ്, എന്നുവെച്ചാൽ ഒറ്റ ഒരു കളർ മാത്രമേ എടുക്കുന്നുള്ളൂ. പക്ഷേ ഗ്രേഡിയൻ ഫില്ല് നമുക്കൊന്ന് ട്രൈ ചെയ്യാം. ഗ്രേഡിയൻ ഫില്ല് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ മിക്സ് ഓഫ് കളേഴ്സ് ആയിരിക്കും, ഇങ്ങനെ ബ്ലെൻഡായിട്ട് വരുന്ന പോലെ വരും. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് ഗ്രേഡിയൻ ഫില്ല് എടുക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ മാനുവലി തന്നെ കസ്റ്റമൈസ് ചെയ്യാം. എന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ നമുക്ക് കളേഴ്സ് ബ്ലെൻഡ് ചെയ്തിടാം. അല്ലെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഓൾറെഡി ലോഡഡ് ആയ ചില ഗ്രേഡിയൻ ഫിൽസ് ഉണ്ട്. ഇപ്പോൾ ഇത് നമ്മൾ പ്രീസെറ്റ് ഗ്രേഡിയൻസ് ഞെക്കുമ്പോൾ ഇതിനകത്ത് ഓൾറെഡി ഉള്ള നമുക്ക് ഗ്രേഡിയൻസ് കിട്ടും. നമുക്കിപ്പോൾ കാണാൻ പറ്റും ഇതിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ട് താഴോട്ടാണ് വരുന്നത്. നമുക്ക് ഡയറക്ഷനും വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ വേണമെങ്കിൽ നടുക്കോട്ട് ഇങ്ങനെ ബ്ലെൻഡ് ആവുന്നതും ഇടാം, പിന്നെ വേണമെങ്കിൽ ഈ കോർണറിലേക്ക് ബ്ലെൻഡ് ആവുന്നതും, അങ്ങനെ കുറേ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡയറക്ഷനിൽ ഞെക്കിയിട്ട് നമ്മൾ ചെയ്താൽ മതി. പിന്നെ മൂന്നാമത്തേത് പിക്ചർ ആൻഡ് ടെക്സ്ചർ ഫിൽ. അപ്പോൾ നമ്മളത് ഞെക്കുമ്പോൾ തന്നെ ഏറ്റവും ആദ്യം തന്നെ ഇങ്ങനത്തെ ഒരു സാധനം വരും. ഇതെന്താ വെച്ചാൽ ഇത് ടെക്സ്ചറാണ്. ടെക്സ്ചർ വേണമെങ്കിൽ ഇത് ഓൾറെഡി ഉള്ള ചില പിക്ചേഴ്സാണ്. ഇത് വേണമെങ്കിൽ നമുക്ക് മാറ്റാൻ പറ്റും. നോർമലായിട്ട് നമ്മൾ ഞെക്കുമ്പോൾ ഇതാണെങ്കിൽ വരുന്നത്, വേറെയും കുറേ ഉണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഒരു പിക്ചർ കോപ്പി ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. കോപ്പി ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സെയിം പിക്ചർ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് വരണമെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇതൊന്ന് ക്ലിപ്പ് ബോർഡ് എന്നുള്ള ബട്ടൺ ഞെക്കണം. പക്ഷെ എന്തെങ്കിലും നമ്മുടെ പിക്ചർ കോപ്പി ആയിരിക്കണം. ഇപ്പോൾ ഞാൻ ഈ ഒരു പിക്ചർ കോപ്പി ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ക്ലിപ്പ് ബോർഡ് എന്നുള്ള ബട്ടൺ ഞെക്കുമ്പോൾ നമ്മൾ കോപ്പി ചെയ്ത പിക്ചർ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് വരും. പിന്നെ ഇതിൻ്റെ ഈ ട്രാൻസ്പെറൻസി ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ പിക്ചറിൻ്റെ ട്രാൻസ്പെറൻസിയും പിന്നെ വേണമെങ്കിൽ ഈ സ്ലൈഡിൻ്റെ തന്നെ നമുക്ക് ട്രാൻസ്പെറൻസി തന്നെ ഫോർമാറ്റ് ഷേപ്പിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ടിപ്പ് നമ്പർ 14, ഡിക്റ്റേറ്റ്. നമ്മൾ സാധാരണ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം ടൈപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ കുറേ തന്നെ നമ്മുടെ ഹാൻഡ് കൊണ്ട് തന്നെ നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടി വരും. പക്ഷേ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ മിണ്ടുന്നത് തന്നെ പവർ പോയിന്റ് ഡിക്റ്റേറ്റ് ചെയ്തിട്ട് അത് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ടൈപ്പ് ആവും. ഇപ്പോൾ അത് വേണമെങ്കിൽ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ കണ്ടന്റ് നമുക്ക് ടൈപ്പ് ചെയ്ത് തീർക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഹോം മെനു ടാബിൽ പോയിട്ട് ശേഷം നമുക്ക് ഡിക്റ്റേറ്റ് എന്നുള്ള ഓപ്ഷൻ ഇവിടെ കണ്ടുപിടിക്കാം. അത് നമ്മൾ ഞെക്കണം. ഹായ് ഫ്രണ്ട്സ്, ചില സമയത്ത് ഇത് അത്ര ആക്യുറേറ്റ് ആവണമെന്നും വരത്തില്ല. ഇപ്പോൾ ഭയങ്കരമായിട്ട് സാദൃശ്യമുള്ള വേർഡ്സ് ആണെങ്കിൽ ചിലപ്പോൾ അത് വേർഡ് മാറിപ്പോകും. അങ്ങനെ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നമുക്ക് തന്നെ അത് കട്ട് ചെയ്തിട്ട് നമുക്ക് തന്നെ അടിച്ചുവിടാം. ടിപ്പ് നമ്പർ 15, ബുള്ളറ്റിൻസ്. അപ്പോൾ ഇതിൻ്റെ യൂസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പോയിന്റ്സ് ഓരോരോ പോയിൻ്റായിട്ട് നമ്മൾ എൻ്റർ ചെയ്ത് വിടുന്ന സമയത്ത് നമുക്കൊരു സൈഡിൽ ഇങ്ങനെ ഒരു ഡോട്ട് പോലെ ഇടാൻ പറ്റും, അല്ലെങ്കിൽ ഇങ്ങനെ പോയിൻ്റ് ആയിട്ട് നമുക്ക് ഇടാം. അപ്പോൾ അതിനുവേണ്ടി ഏറ്റവും ആദ്യം നമ്മൾ ഓരോ പോയിന്റ്സും സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ബുള്ളറ്റ്സ് എന്നുള്ള ഈ ബട്ടൺ ഞെക്കണം. അപ്പോൾ നമുക്ക് കാണാം ഇവിടെ ഒരു ഡോട്ടായിട്ട് ഓരോ പോയിന്റിനും നമുക്ക് കിട്ടും. പക്ഷേ ഈ ഡോട്ട് അല്ലാണ്ട് നമുക്ക് വേറെ ഒരു ഓപ്ഷൻ വേണമെങ്കിൽ ഇതിൻ്റെ ഈ ആരോ മാർക്കിംഗ് ഒക്കെ ഇട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടത് എടുക്കാം. ഇവിടെ പലതും പവർ പോയിന്റ് തന്നെ ലോഡ് ചെയ്തേക്കുന്ന കുറേ ഉണ്ട്, അതിനകത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട എടുക്കാം. പക്ഷേ ഇതല്ലാണ്ട് നമുക്ക് വേറെ എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് ബുള്ളറ്റ്സ് ആൻഡ് നമ്പറിംഗ് എന്നുള്ളത് എടുത്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ പിക്ചർ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു സാധനം തന്നെ നമുക്ക് വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്യാം, വേണം അതിൻ്റെ കളറും അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ബുള്ളറ്റിൻസ് അല്ലാണ്ട് നമ്പറിങ്സും ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ നമ്പറിങ്സ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഡോട്ടിൻ്റെ അല്ലെങ്കിൽ പിക്ചറിൻ്റെ പകരം നമ്പറായിട്ട് വരും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ എങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ പുതിയ വല്ല വീഡിയോസിൻ്റെ ആവശ്യമോ അല്ലെങ്കിൽ സജഷനോ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. ബൈ.